കാൽപ്പന്തിന്റെ സിംഹാസനങ്ങളിൽ ചെന്നാറിന്റെ അപ്രവാദത്തിൽ തുന്നിച്ചേർത്ത് മൈതാനശാലകളിൽ എതിരാളികൾക്ക് മേൽ ആഞ്ഞടിച്ച് എതിരാളികളെ പട്ടം പോലെ പറത്തി വിജയസീമയിൽ ആർക്കൊല്ലസിച്ച് ചുവടുവെക്കാൻ വരുന്നുണ്ട് കാൽപ്പന്തിന്റെ ത്രില്ലർ പോരാളികൾ. ഗോൾവലയം കാക്കാൻ ഗോകുലം FC താരം സോനു, പ്രതിരോധക്കോട്ടയിൽ ഇസ്മായിലും മുഹമ്മദും നവാസും, മുന്നേറ്റ നിരയിൽ എതിരാളികളെ ആഞ്ഞടിക്കാൻ AG താരം നാസർ ആളൂരും ടെറി ജൂനിയറും കൂട്ടുകെട്ടുന്ന സ്കൈ ബ്ലൂ എടപ്പാളിന്റെ മുഴുവൻ താരങ്ങളും അണിനിരക്കുന്ന കരുത്തരായ ന്യൂ സ്റ്റാർ പള്ളിമുക്ക് സ്റ്റേഡിയത്തിന്റെ മറുചേരിയിലേക്ക് ആവേശം അങ്ങനെ ഓരോരോ രാവിലത്തെ റിപ്പോർട്ടിൽ ഇത് രാവിലെ വായിക്കാൻ വിട്ടുപോയ സംഭവമുണ്ട്. ഈ പോക്സോ കേസ് കുട്ടിക്കൽ ജയചന്ദ്രനെ അറസ്റ്റ് തടഞ്ഞു. ഒരു 4 വയസ്സായ ഒരു കുട്ടിനെ പീഡിപ്പിച്ച പേരിലുള്ള കസബ പോലീസ് എടുത്ത കേസിൻ്റെ ഒരു തീരുമാനമാണ്. പോലീസ് കേസെടുത്തു. 4 വയസ്സുകാരിയെ പിടിച്ചേറാണ്ട്. ഈ കുട്ടിക്കൽ ജയചന്ദ്രൻ പറഞ്ഞ ഒരു നടനാണ്. എന്നിട്ട് ഇവൻ നേരെ ഹൈക്കോടതിക്ക് വാങ്ങിക്കുക. ഇപ്പം മുങ്ങിയെടുക്കണം. ഹൈക്കോടതിക്ക് വന്നിട്ട് ഹൈക്കോടതി കാട്ടി ഓൻ്റെ തള്ളി. ഓൻ പറയാണ് എൻ്റെ പേരില്ലാത്ത പറഞ്ഞിട്ടാണ്, അങ്ങനെ എനിക്ക് ജാമ്യം വേണമെന്ന് പറഞ്ഞാണ്. അങ്ങനെ ഹൈക്കോടതി തള്ളി. ഇവരെ ഇവൻ പീഡിപ്പിച്ചേക്കാം. 4 വയസ്സായി കുട്ടിനെ പീഡിപ്പിച്ചപ്പോൾ പോലീസ് കേസെടുത്തു. എന്നിട്ട് ഇപ്പം വീണ്ടും വരെ അങ്ങോട്ടാണ് ഉപയോഗിക്കുന്നത്, സുപ്രീം കോടതി. ഇന്നത്തെ വാർത്ത ഇപ്പോൾ സുപ്രീം കോടതി വീണ്ടും കാട്ടിന് ഇവന് ജാമ്യം കൊടുത്തുക. ഇപ്പം എന്താ പറഞ്ഞത്, എൻ്റെ പേരില്ലാത്ത പറഞ്ഞിട്ടാണ്, ഞാനത് ചെയ്തിട്ടില്ല. എടോ ഓൻ ജാമ്യം കൊടുത്തുക. ഇവിടെ ബോച്ച പിന്നെ ഇങ്ങനെ ചന്തി വലിപ്പം പറയാ എന്താ മകത്തെന്തോ പറഞ്ഞാണ്ടെന്തോ പറഞ്ഞതിന് ബോച്ചനെ പോയി അറസ്റ്റ് ചെയ്തു. ഒരു മുൻജാമ്യം ഒന്നുമില്ല, ഒക്കെ തള്ളി. ഇവിടെ 4 വയസ്സായ കുട്ടിനെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമയായിട്ട് ബന്ധപ്പെട്ട ഒരു ചങ്ങായി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാണ്ട് അവന് ജാമ്യം കൊടുക്കുക. എന്താ ഇത് കഥ? അതപ്പം പറയുകയാണ് എൻ്റെ പേരില്ലാത്ത പറഞ്ഞൊക്കെയാണ്. ഇത് കോടതി ഉത്തരവ് എന്താ? കോടതി ഉത്തരവ് ഇനി ഈ ജാമ്യാപേക്ഷൻ്റെ ഇത് തീരുമാനം ആവുന്നത് വരെ അറസ്റ്റ് ചെയ്യരുത്. ഇനി ഓനിത് ഓടിപ്പോയി കണ്ടത് മറ്റേ കഷ്ണമൊക്കെ കണ്ടിക്കാണ്ട് പിന്നെ എങ്ങനെയൊരു കേസ് പുതുക്കുക. ഇതൊക്കെ നാട്ടിൽ നടക്കണേ ഓരോ പരിപാടികൾ.